നമസ്കാരം. ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിലോ അല്ലെങ്കിൽ വൻതോതിലുള്ള നിയമലംഘനങ്ങളിലോ സ്വന്തം അണികളും പാർട്ടി നേതാക്കളും പെട്ടുപോയാൽ അല്ലെങ്കിൽ പരസ്യമായി പോലീസിനെതിരെ ഭീഷണി മുഴക്കി കേസിൽപ്പെട്ടാൽ ഉടൻ തന്നെ പഴയ അടിയന്തരാവസ്ഥ കാലത്തെ സമര പാരമ്പര്യങ്ങളും വിപ്ലവ ചരിത്രവും എടുത്തിട്ട് ന്യായീകരിക്കുക എന്നത് CPM നേതാക്കളുടെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. അത്തരമൊരു നാടകത്തിനാണ് ഇപ്പോൾ പത്തനംതിട്ട വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. മല്ലപ്പള്ളിയിൽ പോലീസുകാർക്കെതിരെ പരസ്യമായ ഭീഷണി പ്രസംഗം നടത്തിയത് ചോദ്യം ചെയ്തപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് താൻ 76 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും കെ കരുണാകരനായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രിയെന്നും പറഞ്ഞ് വിഷയം തിരിച്ചുവിടാനാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ശ്രമിക്കുന്നത്. കണ്ണൂരിലെ അറിയപ്പെടുന്ന ക്രിമിനൽ കേസുകളിലെ പ്രതിയായ അർജുൻ ആയങ്കി പത്തനംതിട്ട കാട്ടാമല മേഖലയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം പരിശോധന നടത്തിയത്. എന്നാൽ കൃത്യനിർവഹണം നടത്താൻ എത്തിയ പോലീസുകാരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും അവരുടെ കുടുംബാംഗങ്ങളെയും വീടുകളെയും ലക്ഷ്യമിട്ട് അസഭ്യ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതിനാണ് പോലീസ് KP ഉദയഭാനുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പൊതുസമൂഹത്തിന് മുന്നിലും വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തി ഭീഷണി മുഴക്കിയ ശേഷം തങ്ങൾ പണ്ടത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ വലിയ വിപ്ലവകാരികളാണെന്ന് അവകാശപ്പെട്ടാൽ ചെയ്ത തെറ്റല്ലാതായി മാറുമോ എന്ന് സഖാക്കൾ തന്നെ ചിന്തിക്കണം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ കേസിനെയും ഭീഷണിയെയും ന്യായീകരിക്കാൻ മറ്റൊരു മുതിർന്ന നേതാവായ രാജു എബ്രഹാം രംഗത്തെത്തി എന്നതാണ്. ഭരണകൂട ഭീകരതയ്ക്കെതിരായാണ് ഉദയഭാനു സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി VD സതീശൻ ഭീരുവാണെന്നും ഒക്കെ പറഞ്ഞ് വിചിത്രമായ വാദങ്ങളാണ് രാജു എബ്രഹാം ഉയർത്തുന്നത്. എന്നാൽ സ്വന്തം പാർട്ടി അണികളോ അനുഭാവികളോ ആയിരുന്ന ക്രിമിനലുകളെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇറങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ പാവപ്പെട്ടവരുടെ വീടുകളിൽ കയറിയെന്ന് പറഞ്ഞ് വൈകാരികമായി ഇരവാദം ഉന്നയിക്കുന്നത് ആർക്കാണ് മനസ്സിലാകാത്തത്? പോലീസിനെ സ്വന്തം വീട്ടിലെ കാര്യസ്ഥന്മാരായി കണ്ടിരുന്ന പഴയ പിണറായി ഭരണകാലത്തെ ഓർമ്മകളിലാണ് ഇപ്പോഴും ചില നേതാക്കൾ ജീവിക്കുന്നത്. പോലീസുകാരുടെ കുടുംബങ്ങളെ പോലും പേരെടുത്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷം അത് സ്ത്രീ വിരുദ്ധതയല്ലെന്നും ന്യായമായ പ്രതികരണമാണെന്നും പറയുന്നത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ചരിത്രവും സമര പാരമ്പര്യവും എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. തങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും വിപ്ലവത്തിന്റെ ലേബലൊട്ടിച്ച് രക്ഷപ്പെടാമെന്ന CPMന്റെ ഈ ഒരു പഴയ ശൈലി ആദ്യം മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ക്രിമിനലുകൾക്ക് കുടപിടിക്കുകയും അത് ചോദ്യം ചെയ്യുന്ന പോലീസ് ഓഫീസർമാരെ കുടുംബത്തെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ നാടകം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേസ് കാണിച്ച് വിരട്ടണ്ട എന്ന് പറയുന്ന നേതാക്കൾ മനസ്സിലാക്കേണ്ടത് ഭീഷണി കാണിച്ച് പോലീസിനെയും ജനങ്ങളെയും വിരട്ടുന്ന കാലം കഴിഞ്ഞു എന്ന സത്യമാണ്.